ഹലോ ഗൈസ്, അപ്പോൾ ഈ നോമ്പ് കാലത്ത് എല്ലാവരുടെ വീട്ടിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് സമൂസ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമൂസേൻ്റെ സിമ്പിൾ ഈസി റെസിപ്പി എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ആ ഒരു പച്ചമണം മാറാനായിട്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓനിയൻ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് നമുക്ക് കുറച്ച് എടുത്താൽ മതി, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്തേക്കും. അതുകൊണ്ടിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സമൂസയ്ക്കകത്തുള്ള ഫില്ലിങ് ഒരുപാട് അങ്ങോട്ട് കുക്കാവണമെന്നില്ല, ഒരു മീഡിയം കുക്കായാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറിയൊരു മീഡിയം കുക്കായതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനലി നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ചിക്കൻ മസാല. നമ്മൾ ഈ മസാലാസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോഴത്തേനായിട്ട് എല്ലായിടത്തും മസാല എത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മസാല കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഉപ്പും കുരുമുളകും വെച്ച് അവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കാരണം നമ്മുടെ മസാല ഫുള്ളായിട്ടൊന്ന് കവറാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് റാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പരിപാടി. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നിക്ക്, ഞാനിപ്പോൾ റാപ്പ് ചെയ്യുന്ന രീതിക്ക് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കോട്ട് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മൈദാമാവും വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് റാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം 25ഓളം സമൂസയ്ക്കുള്ള ഫില്ലിങ്സാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്കത് റാപ്പ് ചെയ്തെടുക്കാം. പിന്നെ എല്ലാ സമൂസാസും നമ്മൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസിന് പൊട്ടറ്റോ നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സമൂസ ഓയിൽ ഫ്രൈ അല്ല ചെയ്യുന്നത്, ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സമൂസ തന്നെ നമുക്ക് എയർ ഫ്രയറിൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളാണ്, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.